ആ വീട്ടിൽ വെറുതെ ഇരുന്ന് റീൽസ് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഒരു അടിപൊളി വീഡിയോ കണ്ടത്. വേറൊന്നുമല്ല, ഒരു അടിപൊളി കൂൾ കോഫി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ട്. അപ്പോൾ എനിക്ക് അതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു സാധനം വീട്ടിലുണ്ടാക്കിയാൽ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ മെഷീൻ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ടോയ് കാറിൻ്റെ മോട്ടറാണ് നമ്മളിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ഒരു DC ചെറിയ മിനി മോട്ടറാണിത്. പിന്നെ നമുക്കൊരു ചെറിയൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, തലഭാഗം. പിന്നെ നമ്മൾ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പെന്നിൻ്റെ ട്യൂബാണ്. ആ ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും. പിന്നെ നമ്മൾ ചെറിയ PVC പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു മോട്ടർ ഇങ്ങനെ വെക്കാൻ പാകത്തിലാണ് ആ ഒരു PVC പൈപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PVC പൈപ്പും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് നമ്മൾ ഇത് എടുത്തിട്ടാണ്. പിന്നെ ഒരു ചെറിയ പുഷ് ബട്ടണാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മോട്ടർ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കേബിൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ സ്വിച്ച് വെച്ച ആ ഭാഗം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്വിച്ച് വെച്ച സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് വെച്ച ഭാഗം നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഭാഗം കൂടെ നമുക്ക് ചെയ്യാം, ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ആ ഒരു ബട്ടൺ അവിടെ എന്ത് ചെയ്യാം, ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേഗത്തിൽ നമുക്കൊരു ചെറിയ ഹോൾട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു സ്വിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ കേബിൾ പുറത്തോട്ട് ഇട്ടിട്ട് വേണം അതൊന്ന് ക്ലോസ് ചെയ്യാൻ. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രൂ അല്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗമ്മാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ സൈഡ് ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ഈ ഒരു ഗമ്മ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ബാറ്ററിയുടെ ഭാഗമാണ് വരുന്നത്. നമ്മുടെ ജിമ്പലിൻ്റെ ബാറ്ററി ആയതുകൊണ്ട് നമ്മളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ ബാറ്ററി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ബാറ്ററിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പ്ലസ് പോയിൻറ്റും നെഗറ്റീവ് പോയിൻറ്റും ഒന്നും കാണുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് മോട്ടർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രണ്ട് വയർ നമുക്ക് ആ ഒരു ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാം. ആ ഒരു ബാറ്ററിയിലേക്ക് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബാറ്ററി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും വീട്ടിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് നമുക്കിത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ അടപ്പ് ഇനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജിമ്പലിൻ്റെ ഈ ഒരു ഭാഗം തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PVC പൈപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റും മോട്ടർ കറങ്ങുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പി നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല പവറിൽ തന്നെയാണ് കറങ്ങുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുട്ടപ്പന അടിപൊളി സംഭവമായിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പക്കാ ഒറിജിനൽ പോകുന്നുണ്ട്. നമ്മളെ സ്ക്രാപ്പ് സാധനങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടാൽ പോലും പറയില്ല. അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്, നല്ല പവറിൽ തന്നെയാണ് കറങ്ങുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.